കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന വാഹനം സ്കോഡയുടെ ഒക്ടാവിയാണ്. അപ്പോൾ ഒക്ടാവിയ കുറേ സുഹൃത്തുക്കൾ നമുക്കറിയാം, ഒരുപാട് സുഹൃത്തുക്കൾ ഒക്ടാവിയ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. കാരണം സ്കോഡ ഇപ്പം നിലവിൽ അടിച്ച് കയറി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നമുക്ക് കുഷാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിച്ച് തകർത്തുകൊണ്ടിരിക്കുന്ന ടൈമാണ് സ്ലാവിയ. അപ്പോൾ പഴയ ഒരു മോഡലിലേക്കൊന്ന് പോയാലോ. പഴയ മോഡൽ എന്ന് വെച്ചാൽ ഭയങ്കര വലിയ പഴയതൊന്നുമല്ല, 2016 മോഡലാണ് ഒക്ടാവിയ നടക്കുന്നത്. സ്റ്റൈൽ പ്ലസ് എന്ന് പറഞ്ഞാൽ വേരിയൻറ്റിൽ നടക്കുന്ന വണ്ടിയാണ്. എല്ലാവിധ ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് DSG ഗിയർ ബോക്സ് എന്നൊക്കെ ഓട്ടോമാറ്റിക് വാഹനമാണ്. കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻറ്റീരിയേഴ്സ് കാണിക്കാൻ ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. പെട്രോൾ ഓപ്ഷൻ എന്നൊക്കെ വണ്ടിയാണ്. കിലോമീറ്റർ എനിക്ക് തോന്നുന്നു അത് ഓടിയില്ല, 40,000 ആ റേഞ്ചിലാണ് ഓടിക്കണം. എക്സാക്ട് കിലോമീറ്റർ ഞാൻ കാണിച്ചു തരാം. പിന്നെ എടുത്തു പറയേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഇപ്പോൾ നിലവിൽ നല്ല ബോഡി ക്വാളിറ്റി നിൽക്കുന്ന വണ്ടിയാണ്. കാണാം, എല്ലാ ഭാഗവും നോക്കാം. നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ടോപ്പ് ക്ലാസ് വണ്ടി നമുക്ക് എടുത്ത് പറയാൻ പറ്റാവുന്ന ഒരു ഒക്ടാവിയാണ് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫുള്ള് വീഡിയോ ഞാൻ കവർ ചെയ്യുന്നുണ്ട്. ഇൻറ്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ്, എഞ്ചിൻ ഭാഗം, ടയർ കണ്ടീഷൻ എല്ലാം വിശദമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം എവിടെയൊക്കെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടി തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്കായിരുന്നു ഈ ഒരു ഒക്ടാവിയുടെ വിശേഷങ്ങൾ. വീഡിയോ കൊണ്ടുവരാം, അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്കോഡ ഒക്ടാവിയ. അപ്പോൾ ഒക്ടാവിയനെ കുറിച്ച്, ഒക്ടാവിയ പണ്ട് മുതലേ എനിക്ക് ഇഷ്ടമുള്ള വണ്ടിയാണ് കേട്ടോ. അത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എവിടെ പോയാലും സ്കോഡയുടെ ഒക്ടാവിയ പോകണമെങ്കിൽ അപ്പോൾ തന്നെ എടുത്ത് നോക്കും. കാരണം ഇതിൻ്റെ ഒരു പീക്കോക്ക് ബ്ലൂ കളറൊക്കെ ഉണ്ട്, എന്ത് ഭംഗിയാണെന്നറിയോ കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഫുള്ള് ഒക്ടാവിയയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. 2016 മോഡൽ 1.8 എഞ്ചിനിൽ വന്നേക്കണ സ്റ്റൈൽ പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഇത് എടുത്ത് പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് DSG ഗിയർ ബോക്സ് എന്നൊക്കെ വണ്ടിയാണ്. അതാണ് മെയിനായിട്ട് നമ്മൾ എടുത്ത് പറയാനുള്ളത്. പിന്നെ കാര്യമായിട്ട് കിലോമീറ്റർ ഒന്നും ഓടിയിട്ടില്ല കേട്ടോ. 40 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എത്രയാണെന്ന് നമുക്ക് ഇൻറ്റീരിയേഴ്സ് നോക്കാം. കണ്ടോ, വാഹനത്തിൻ്റെ ഫുള്ള് വ്യൂ നോക്കിയേക്കാം. നമുക്കൊരു ടോപ്പ് വ്യൂയിലേക്ക് പോയേക്കാം. ടോപ്പ് വ്യൂ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വാഹനത്തിൽ ടോപ്പ് വ്യൂ നമുക്കിവിടെ വരുന്നുണ്ട്. നമ്മുടെ വീലാർസിലേക്ക് പോകാം. വീലാർസ് നോക്കാം. നല്ല ക്വാളിറ്റി നിൽക്കുന്ന വീലാർസ് നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് നിൽക്കുന്നുണ്ട്. അലോയ്സൊക്കെ പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്കിവിടെ കാണാം. നമുക്കിവിടെ ബോണറ്റിലേക്ക് വരാം. ബോണറ്റായാലും നല്ല നീറ്റായിട്ട് ഇങ്ങനെ ബോണറ്റ് കാണാൻ പറ്റും. ഒരു സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ ബോണറ്റ് കിട്ടുന്നില്ല. അതേപോലെ വീട്ടിൽ നോക്കാം. വീട്ടിലായാലും നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. ബമ്പേഴ്സിലേക്ക് വരാം. താഴെ നമുക്ക് ഫോക്കലമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു ബമ്പേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കിവിടെ വീലാർസിലേക്ക് വരാം. ഈ വീലാർസ് ആയാലും നീറ്റായിട്ടിരിക്കുന്ന വീലാർസ് നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് ഇരിക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. സൈഡിലേക്ക് 2 ഡോർ നോക്കാം. 2 ഡോറും ഇവിടെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല, നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. ഇത് സ്റ്റിക്കറിൻ്റെ ഭാഗമാണത്, വേറെ കമ്പനിയും കാര്യങ്ങളൊന്നുമില്ല. സൈഡ് പോർഷനൊക്കെ പക്ക നീറ്റായിട്ടുണ്ടെങ്കിൽ സൈഡ് പോർഷൻ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ നമുക്ക് ഡിഫോക്കസ് നമുക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ബമ്പേഴ്സ്, ബോണറ്റ് ലിഡിലേക്ക് വരികയാണെങ്കിൽ അല്ല ഉള്ളുണ്ട്. അതേപോലെ നമുക്ക് ഇനി ഇവിടെ ലിഡിലേക്ക് വരാം. ലിഡിലായാലും ഇവിടെ ചെറിയൊരു സ്പോയിലർ ലുക്ക് ലൈക്ക് സംഭവങ്ങൾ കയറ്റിയിട്ടുണ്ട്. ഒക്ടാവിയയുടെ ബാഡ്ജിങ് കിട്ടുന്നുണ്ട്. അതേപോലെ ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സും ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന ഒരു ബമ്പേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കേട്ടോ, നമുക്ക് ഇവിടെ സൈഡ് പോർഷനിലേക്ക് പോകാം. ഈ സൈഡ് പോർഷൻ ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന സൈഡ് പോർഷൻ നമുക്ക് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. നല്ല ഗ്രിപ്പും ഇല്ല കേട്ടോ, സോറി, ഗ്രിപ്പ് കുറവാണ്. അലോയ്സും ഇവിടെ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ അലോയ്സ് കാണാൻ പറ്റും. 2 ഡോർ നോക്കാം. 2 ഡോറും ഇവിടെ ഓക്കെ ആയിട്ട് ഇരിക്കുന്നു. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സും വെച്ചപ്പെടാം. ഡുവൽ ടോണിൽ വന്നൊക്കെ ഡോർ പാഡ്സും അതേപോലെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് ഇവിടെ കാണാം. ഇൻറ്റീരിയർ പോർഷൻ ഒന്ന് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഡാഷ്ബോർഡൊക്കെ നല്ല നീറ്റായിരിക്കും. ഡാഷ്ബോർഡ് കാണാൻ പറ്റും. മിഡിൽ നമുക്ക് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. ഇത് ഓട്ടോമാറ്റിക് ഗിയർ നോവും കൂടെ കാണാൻ പറ്റും. എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. സീറ്റ്സൊക്കെ ലെതർ സീറ്റ്സ് വന്നേക്കണം. കേട്ടോ, നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. റിയറിലെ സീറ്റ്സ് നോക്കാം. നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. ഇവിടെ നമുക്ക് വലിയൊരു സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 46,874 കിലോമീറ്ററാണ് വണ്ടി ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ഫ്രണ്ട് പോർഷൻ നമുക്കിവിടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് ഇനി ഇതിൻ്റെ പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് പോയേക്കാം. ഡോറിന് ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഡോർ പാഡ്സൊക്കെ നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഡോർ പാഡ്സും കൂടെ കാണാൻ പറ്റും. സീറ്റ്സൊക്കെ നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സും കൂടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ന്യായമായിട്ടുള്ള റെഡ് റൂം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ AC യുടെ വെൻറ്റ് വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. പക്ക ഒരു ലക്ഷറി ഫീൽ കിട്ടുന്ന ഇൻറ്റീരിയേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെയാണ് വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് കാണിക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ ഭാഗവും അതുപോലെ ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. ഞാൻ ജസ്റ്റ് ലിവറിന് അപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്കോഡ ഒക്ടാവിയയുടെ ആ ഒരു എഞ്ചിൻ റൂം. സ്റ്റൈൽ പ്ലസ് 1.8 എഞ്ചിനാണ് വന്നേക്കുന്നത്. TSI ആണ്, പെട്രോളാണ്, ഓട്ടോമാറ്റിക്കാണ്. കേട്ടോ, ഇതിന് ലീക്കേജ് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു എഞ്ചിൻ റൂം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ നോക്കാം. കേട്ടോ, ഫ്രണ്ട് പോർഷൻ നോക്കാം. അതേപോലെ നമുക്കിവിടെ സൈഡ് പോർഷനിലേക്ക് ഇവിടെയും നമുക്ക് പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ നോക്കാം.
ലിഡിലേക്ക് വരാം. ലിഡായാലും നല്ല നീറ്റ് അടിക്കുന്ന ഒരു ലിഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒരു ഡാമേജോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ ലിഡിൽ കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ എൻജിൻ റൂമിൽ നിന്ന് നമുക്കിവിടെ മെയിനായിട്ട് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ഇതിൻ്റെ ബൂട്ടിലേക്കൊന്ന് നോക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് കീ വന്നേക്കണേ. ജസ്റ്റ് ഒന്ന് കോൺക്രോസ് ചെയ്യാം. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ലിഡ്. അതിവിശാലമായിട്ടുള്ള ലിഡാണ് ഇത്. കണ്ടോ, ബൂട്ട് സ്പേസ് നോക്കാം. ബൂട്ട് സ്പേസ് ആയാലും അതിവിശാലമായിട്ടുള്ള ബൂട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ പ്ലാറ്റ്ഫോം അപ്പ് ചെയ്യാം. പുത്തൻ ടയേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ടൂൾസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതേപോലെ ലിഡിലേക്ക് വരാം. ലിഡായാലും നല്ല നീറ്റ് അടിക്കുന്ന ഒരു ലിഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കേട്ടോ, ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ എഡ്ജസ്റ്റിൽ നമുക്കിവിടെ കാണിക്കാനുള്ളത്. ഇത് നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒക്ടാവിയാണ്. ഒക്ടാവി നോക്കി നടക്കുന്ന സുഹൃത്തുക്കൾ ധൈര്യമായിട്ട് വന്ന് എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ്. 2016 മോഡലാണെങ്കിലും നല്ല കാര്യമായിട്ട് ഭയങ്കര കിലോമീറ്റർ ഒന്നും ഓടിയില്ല. നിങ്ങൾ കണ്ട പോലെ തന്നെ 40,000+ കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഇനി വണ്ടിയുടെ റേറ്റിലേക്ക് കടക്കാം. റേറ്റിലേക്ക് കടന്നേക്കാകുമ്പോൾ എനിക്ക് ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഈ ഒരു ഒക്ടാവിയയുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും 12 ലക്ഷം രൂപ നെഗോഷ്യബിൾ പ്രൈസാണ്. വണ്ടി ഇറക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലുവയാണ്. വീഡിയോന് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വിളിക്കാം, സംസാരിക്കാം, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ ലോൺ ഫെസിലിറ്റി ആവശ്യമുള്ള സുഹൃത്തുക്കൾക്ക് ഒരു ഷോറൂം തന്നെ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് അറിയണമെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ നമ്പറിനകത്തേക്ക് വിളിച്ചേക്കാം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഒക്ടാവിയുടെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ഫോളോ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.